ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ വാട്ട് ഡു ഐ കോൾ ഇൻഫാക്ച്വേഷൻ ആണോ എന്താണെന്ന് അറിയില്ല. ശ്വേത എന്നാണ് കുട്ടിയുടെ പേര്. അവളും കല്യാണത്തിന് വന്നിരുന്നു. ഇപ്പൊ അമേരിക്കയിലാണ്. ഞങ്ങൾ തൊട്ടടുത്ത വീടായിരുന്നു, കളിക്കൂട്ടുകാരായിരുന്നു കുട്ടിക്കാലം മുതലേ. സത്യം പറഞ്ഞാൽ 1-2-3 പേരുണ്ടായിരുന്നുള്ളൂ. ശ്വേത, ഗായത്രി, അങ്ങനെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് പിന്നെ അങ്ങോട്ട് ഉണ്ടായിരുന്നോ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഐ യൂസ് ടു ഗെറ്റ് ലെറ്റേഴ്സ് ആണോ വീട്ടിലേക്കൊക്കെ കത്തുവരായിരുന്നു. ഫേസ്ബുക്ക് ഒരു കാലത്ത് സ്ഥിരമായിട്ട് നോക്കുമായിരുന്നു. പിന്നെ പേടിയാവാൻ തുടങ്ങി ആൾക്കാർ. ജീവിച്ചേട്ടൻ കല്യാണം വെച്ചാൽ ഞാൻ ആത്മഹത്യ എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്ത് അങ്ങനത്തെ കുറെ മെസ്സേജ്. പിന്നെ ചോരയിലൊക്കെ കത്തുവരായിരുന്നു. ഇപ്പോഴൊന്നുമില്ല. D4 സമയത്ത് ഇതൊക്കെ ഉണ്ട്. ട്രിഗർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഷോർട്ട് മീൻസ് ദേഷ്യം വരുന്ന സ്പേസുകളൊക്കെ നന്നായിട്ടുള്ള ആളാണ്. എന്നെ പോലെയല്ല, എനിക്ക് ദേഷ്യം വരുന്ന സ്പേസ് വളരെ കുറവാണ്. ഞങ്ങൾ കഴിഞ്ഞ 6 മാസത്തിൽ 6 രാജ്യം പോയി. 6 മാസത്തിൽ 6 രാജ്യം പോയി. ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഏതാണ്? ഇതാ. ഇത് പറയല്ലേ, വേറെ പറ. This moment. How much is GP's net worth? എക്സാക്ട് ഫിഗർ ഞാൻ എന്തായാലും പറയില്ല. അഡ്വാൻസ് ഉണ്ട്. 9 ഡിജിറ്റുള്ള സംഖ്യയാണ്. ഇനി അത് പോയി കൂട്ടി നോക്ക് എത്രയാണ് 9 ഡിജിറ്റുള്ള സംഖ്യ എന്നുള്ളത്. അവളുടെ ഒരു ഹാബിറ്റ് സ്പേസിൽ അവള് ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അവള് ചെരുപ്പൊക്കെ ഇട്ടിട്ടേ വീട്ടിൽ നടക്കുള്ളൂ. എനിക്ക് അങ്ങനത്തെ ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനതൊന്നും ആയിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ സ്വഭാവത്തിലേ പുറത്തൊക്കെ പോയി വന്നിട്ട് ഞാൻ നേരെ കിടക്കെ കിടന്നിട്ട് മൊബൈൽ നോക്കും. അത് അവൾക്ക് കേട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്, ഞാൻ എല്ലാവരെയും വല്ലാതെ വിശ്വസിക്കും. അത് എസ്പെഷ്യലി വർക്ക് ഫ്രണ്ടിൽ, കരിയർ സ്പേസിൽ ഞാൻ ഒരുപാട് ആളുകളെ അന്ധമായി വിശ്വസിക്കും. പലരും നോ പറയുമ്പോൾ പോലും എനിക്ക് പണികൾ കിട്ടാറുണ്ട്, എങ്കിലും ഞാൻ അവരെ വിശ്വസിക്കും. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. W with ഗോവിന്ദ് പത്മസൂര്യ എന്നാണ്. W. ഇതാണ് W with ഗോവിന്ദ് പത്മസൂര്യ. ഇതില് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ചേട്ടൻ തന്നെ ഇത് ഇങ്ങോട്ടേക്ക് തുറക്കിട്ട് അതിന്റെ ആൻസേഴ്സ് പറയാം. ഓക്കെ, ഇതിപ്പോ സ്ക്രീനിലേക്ക് കാണിക്കുന്നു വേണ്ടല്ലോ, ഞാൻ തുറന്നാ പോരെ? മതി. വായിക്കും ചേട്ടാ. Who is GP's best friend? Yes. ഇപ്പൊ ഗോപികയാണ്. ലാസ്റ്റ് 6 months ആയിട്ട്. അല്ലെങ്കിൽ എനിക്കൊരു ബഞ്ച് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ഇൻഡസ്ട്രിയിലും അല്ലാത്തതും. അപ്പം നിങ്ങൾ എന്റെ കല്യാണത്തിന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ, സംഗീത വീഡിയോസ്, സോഷ്യൽ മീഡിയയില് വെറുതെ എടുത്തു ഞങ്ങളുടെ സംഗീത് നൈറ്റ് രാത്രി 12 വരെ പോകാനുള്ള കാരണം എന്റെ അലോഷ്യസ് ഫ്രണ്ട്സ്, എന്റെ സ്കൂൾ ഫ്രണ്ട്സ്, എന്റെ കോളേജ് ഫ്രണ്ട്സ്, D4 ഡാൻസ് ഫ്രണ്ട്സ്, എന്റെ സെലിബ്രിറ്റി ഫ്രണ്ട്സ്, എന്റെ കസിൻസ്. അപ്പൊ ഇതൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഈ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര എന്താ പറയാ, സൂക്ഷിക്കാൻ ഒരു കഴിവുള്ള വ്യക്തിയാണ് GP. സൂക്ഷിക്കാൻ കഴിവ്, എന്റെ ഫ്രണ്ട്സ് പറയുന്നത് നിന്റെ കഴിവല്ല, ഞങ്ങളുടെ കഴിവാണ്. ഞാൻ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ അല്ല, അത് പലരും ഇന്റർവ്യൂവിൽ പറയും. ഇപ്പൊ പല ഇന്റർവ്യൂ, നിങ്ങളുടെ മൈൽ സ്റ്റോൺ ഇന്റർവ്യൂവിൽ തന്നെ എനിക്ക് ഒന്ന് ദീം മറ്റേ ദിവ്യ പിള്ളയൊക്കെ വന്നപ്പോ അവര് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലെ, അതവൻ തലയാട്ടുന്നു 10 തവണ. എന്ന് വെച്ചാൽ അവരുടെ, ഞാൻ വിളിച്ചാ ഫോൺ എടുക്കില്ല, ഗോപിക പിന്നെയും ഫോൺ എടുക്കും എന്ന് ദിയ പറഞ്ഞിരുന്നു. ദാറ്റ്സ് ട്രൂ. ഗോപിക എന്റെ അടുത്ത് പറഞ്ഞിട്ട്, ചേട്ടാ ഇത് ഇങ്ങനെ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. സുഹൃത്ത്, ഇത്രയും നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് അവരെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. ഞാനൊരു കാറ്റത്തട്ട പോലെ ദിയ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ, എടാ അവൾക്കൊരു പക്ക കോഴിക്കോടൻ സ്ലാങ്, അങ്ങനെ അവള് പറയാം. എന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നൂ ഞാനാണ് എന്റെ ഏറ്റവും അടിപൊളി ഫ്രണ്ട് എന്ന്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഭാവമില്ല എന്ന് പറയുന്നത്. സോ ഞാൻ ഉള്ള സ്ഥലത്തൊക്കെ, അപ്പൊ അവരെ ഞാൻ കാണുമ്പോ ഈ ഒരു വോയിഡ് ഞാൻ അങ്ങോട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മളൊരു മുമ്പിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതുള്ളതൊക്കെ ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് മാറ്റും. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണോ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ, അല്ലാതെ ഐ തിങ്ക് ഐ എം വെരി ബ്ലെസ്ഡ്. അത് എനിക്കത് അങ്ങനെ തോന്നാൻ കാരണം, ചേട്ടന്റെ ഇപ്പം ഇൻസ്റ്റ എടുത്ത് നോക്കിയാലും യൂട്യൂബ് എടുത്ത് നോക്കിയാലും സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. അത് ചേട്ടൻ അവരോട് സംസാരിക്കുന്ന, ഇപ്പൊ 6 മാസം കഴിഞ്ഞാലും ചേട്ടൻ സംസാരിക്കുന്ന രീതി, അതുകൊണ്ട്. പിന്നെ എനിക്ക് എന്റെ കുറെ ഫ്രണ്ട്സുകൾ ഇൻട്രോവേർട്ട് ഫ്രണ്ട്സാ. കാരണം അവരെ ഇങ്ങനെ ഇടിച്ചു കയറിയ ഒരാളും, ഇപ്പൊ അഞ്ജു കുര്യൻ, അതിഥി, ജസ്നിയ, ഇതുപോലത്തെ കുറെ പേരുണ്ട്.
ഇവരൊക്കെ ഭയങ്കര ഇൻട്രോവേർട്സാ. പക്ഷെ ഞാൻ ആ ഒരു സ്പേസേ അവർക്ക് കൊടുത്തിട്ടില്ല, ഇടിച്ചു കയറി സുഹൃത്തുക്കളെ ആക്കിയതാ. സോ ദേ ബിക്കം വെരി കംഫർട്ടബിൾ. അങ്ങനെയൊക്കെ ഉള്ളൊരു ഞാൻ പൊതുവെ ആൾക്കാരെ കംഫർട്ടബിൾ ആക്കുന്ന സ്പേസാണ് നമ്മുടെ, എന്റെ ഒരു നേച്ചർ ആയിരിക്കും, പേഴ്സണാലിറ്റി നേച്ചർ ആയിരിക്കും. ഈ ഗോപി ചേച്ചി വരുന്നതിന് മുന്നേ ഉള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് അതാ ഞാൻ പറഞ്ഞത്. ലൈക്ക് ഇപ്പൊ പേളി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, മിയ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ദിവ്യ പിള്ളേ, ഇവിടെ ഒരാളുടെ പേര് പറയാൻ പറ്റൂല. ഞാനിപ്പോ ക്രോണോളജിക്കൽ ഓർഡറിൽ പറഞ്ഞ ഇത് തിരിച്ചു പോയിരുന്നെങ്കിൽ പേളി പ്രശ്നമായി. മനസ്സിലായത്? ഞാൻ പേളി, മിയ, ദിവ്യ പിള്ളേ എന്ന് പറഞ്ഞതാ. ബോയ്സിലും ഉണ്ണി മുകുന്ദൻ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ലൈക്ക് ഷറഫ് അല്ലെങ്കിൽ അങ്ങനെ കുറെ, ലൈക്ക് ജീവ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മീ. ലൈക്ക് കുക്കു, ലൈക്ക് ദർ ആർ സോ മെനി പീപ്പിൾ. അത് ഏത് ഇരുന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വിച്ച് ഈസ് GP's ഫസ്റ്റ് കാർ, Volkswagen Vento. ഒരു ബ്ലൂ കളർ Volkswagen Vento ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് ഉള്ള ഓട്ടോമാറ്റിക് കാറാണ് ഞാൻ എടുക്കുന്നത്. D4 ഡാൻസ് സീസൺ 2-ലായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ടൊരു കാർ പർച്ചേസ് ചെയ്യുന്നത്. Volkswagen ഒരു വണ്ടിയായിരുന്നു. ഇപ്പോഴും ഞാൻ ആ ഫാമിലിയിലുള്ള കാറുകളാണ് പിന്നെയും വാങ്ങുന്നത്. വാട്ട് ഈസ് GP Zodiac sign? ഞാനൊരു ട്രൂ ബ്രീഡ് ഓഫ് ജെമിനായി ആണ്. ലൈക്ക് ഞാൻ 16 ജൂൺ ആണ്. ഈ ജെമിനായി എന്നുള്ള ക്യാരക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ഒട്ടുമിക്ക സ്ഥലത്തും എന്റെ ക്യാരക്ടർ ഇസ് വെരി സിമിലർ. വാട്ട് ഈസ് GP's കറന്റ് ഏജ്? 37 ഇയേഴ്സ്. ഞാൻ 1987 ആണ്. 16/6/87 ജൂൺ. Who is GP's first love? ഫസ്റ്റ് ലവ് സ്കൂളൊക്കെ പറയലോട്ടോ. അല്ല, ഫസ്റ്റ് ലവ് എന്ന് പറയുന്നാലേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് നിന്റെ ആദ്യ ഭാര്യ നിന്റെ വർക്കാണെന്ന് പറയും. ആ ഒരു രീതിയിൽ എപ്പോഴും പറയാറുണ്ട്. ബട്ട് ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ വാട്ട് ഡു ഐ കോൾ ഇൻഫാക്ച്വേഷൻ ആണോ എന്താണെന്ന് അറിയില്ല. ശ്വേത എന്നാണ് കുട്ടിയുടെ പേര്. അവളും കല്യാണത്തിന് വന്നിരുന്നു. ഇപ്പൊ അമേരിക്കയിലാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അമേരിക്കയിൽ സെറ്റിൽ ആണ്. ശ്വേത ഒരു ഡാൻസ് ഒക്കെ ചെയ്തിരുന്നു എന്റെ കല്യാണത്തിന്. സോ ഐ എം ഇൻ ടച്ച് വിത്ത് എവരിവൺ. അപ്പൊ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ അവള്, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാകുമ്പോൾ അവള് UKG-ലായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്ത വീടായിരുന്നു, കളിക്കൂട്ടുകാരായിരുന്നു കുട്ടിക്കാലം മുതലേ. സോ ദാറ്റ് ഷുഡ് ബി മൈ ഫസ്റ്റ് ലവ് ഐ ഗെസ്. കാരണം എന്താ വെച്ചാൽ അന്ന് എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. ശ്വേത മാത്രമായിരുന്നു എന്റെ ഫ്രണ്ട്. എത്ര നാൾ നിങ്ങൾ പഠിച്ചു? ഞങ്ങള് 10ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ പോയല്ലോ, ഞാൻ പട്ടാമിന്ന് പോയല്ലോ. അത് കഴിഞ്ഞപ്പോ പിന്നെ വേറെ കുറെ ഗേൾ ഫ്രണ്ട്സ്. 10th വരെ സത്യം പറഞ്ഞാൽ 1, 2, 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ശ്വേത, ഗായത്രി, അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് പിന്നെ അങ്ങോട്ട് ഉണ്ടായിരുന്നോ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, തേർഡ് ഇയർ. പിന്നെ എന്താ വെച്ചാലേ CIRS കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയത് പെൺകുട്ടികളായിട്ട്. കാരണം അവിടെ ഈ ഒരു ആൺകുട്ടി, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പണിഷ്മെന്റ് കിട്ടിയാലാണ് പെൺകുട്ടികളുടെ കൂടെ പോയിരിക്കുക. അപ്പൊ എന്തോ പെൺകുട്ടികളോട് സംസാരിക്കുന്നൊക്കെ എന്തോ ഭീകരാവസ്ഥയാ. പക്ഷെ വീട്ടിലത് പ്രശ്നമില്ല, കാരണം ഫാമിലി ഫ്രണ്ട്സാ ശ്വേതയായിട്ട്. അപ്പൊ ഇവളോട് സംസാരിക്കുമ്പോൾ കളിയാക്കാരുമില്ല. പിന്നെ കുറെ കഴിയുമ്പോൾ ആൾക്കാർ കളിയാക്കി തുടങ്ങി. കാരണം എന്നെ ഇവളും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ അത് പിന്നെ ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയുന്നത് കുറച്ചിലായി തുടങ്ങി. അപ്പൊ എന്റെ അടുത്ത് ആരെങ്കിലും ആരാ ഗേൾ ഫ്രണ്ട് ചോദിക്കുമ്പോൾ ശ്വേതയാണെന്ന് പറയും. കാരണം ഇത് ഭയങ്കര പ്രശ്നമാണ്, പെൺപിള്ളേരുടെ സംസാരിച്ചതും നടക്കേടാണ്, ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്പേസിംഗ് ആയിരുന്നു. CIRS എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ബോംബെ ക്രൗഡ് ആയിരുന്നു, കോസ്മോപൊളിറ്റൻ ക്രൗഡ് ആയിരുന്നു, അമേരിക്കൻ സ്റ്റുഡൻസ് ആയിരുന്നു. ഇവർക്ക് ഈ ബോയ്സ് ഗേൾസിന്റെ ഇത് ഭയങ്കര കുറവാണ്. തോളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ വേർക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അലോഷൻസ് പോയപ്പോ എനിക്ക് ഇൻഹിബിഷൻ പോയി. അപ്പൊ എനിക്ക് ബോയ്സും ഗേൾസ് ഒക്കെ ഒരുപോലെ. അങ്ങനെ ഞാൻ കൂടുതൽ പെൺകുട്ടികളോട് കംഫർട്ടബിൾ ആകുന്നു. ലൈക്ക് എപ്പോഴും എനിക്കൊരു പ്ലസന്റ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ അതും കൂടെ കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഫ്രണ്ട്സും ഗേൾസും ലവും ഒക്കെ അത്രയാണ്. ഞാൻ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരുന്നില്ല കേട്ടോ. ലൈക്ക് അത് ഞാൻ എടുത്ത് മുമ്പും പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞിട്ട്, ലൈക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ കല്യാണം എപ്പോഴും കഴിഞ്ഞാണ്. ലൈക്ക് ഐ വാസ് ഓൾവേസ് ഇൻ എ കൺഫ്യൂസ്ഡ് സ്പേസ്. ഈ കുട്ടിയാണോ, ഈ കുട്ടിയാണോ, ആ കുട്ടിയാണോ, ഈ കുട്ടിയാണോ, എന്തൊക്കെ സംഭവിക്കുന്ന ജീവിതത്തിൽ ആ ലൈനായിരുന്നു. ഇപ്പൊ D4 ഡാൻസിൽ ഒരുപാട് ഇങ്ങനെ ലൈക്ക് എല്ലാരും ഏറ്റെടുത്തതിന് ഒരുപാട് ഗേൾസ് ഫാൻസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതില് ആരെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ലൈക്ക് ചേട്ടന്റെ മെസ്സേജ് അയക്കേ, കോൾ ചെയ്യേ, അങ്ങനെയൊക്കെ നിന്ന ആരെങ്കിലും ഉണ്ടോ? കോളും ചെയ്തിരുന്നില്ല. എന്റെ നമ്പർ ഒന്നും മാർക്ക് കിട്ടിയാലും ഞാനിപ്പോ തന്നെ അത്രയും ഞാൻ ഹാൻഡിൽ ചെയ്യില്ലായിരുന്നു. പക്ഷെ ഐ യൂസ് ടു ഗെറ്റ് ലെറ്റേഴ്സ് എന്നോ, വീട്ടിലേക്കൊക്കെ കത്തുവരായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാം അല്ല, ഫേസ്ബുക്ക് ഒരു കാലത്ത് സ്ഥിരമായിട്ട് നോക്കുമായിരുന്നു. പിന്നെ പേടിയാവാൻ തുടങ്ങി. ആൾക്കാർ ജീവിച്ചേട്ടൻ കല്യാണം വെച്ചാൽ ഞാൻ ആത്മഹത്യ എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്ത് അങ്ങനത്തെ കുറെ മെസ്സേജ് ഒക്കെ. പിന്നെ ചോരയിലൊക്കെ കത്തുവരായിരുന്നു. ഇപ്പോഴൊന്നുമില്ല, D4 സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കയ്യിൽ നിന്ന് പോകുന്നു തോന്നിയപ്പോ പിന്നെ എനിക്ക് പരിചയമില്ലാത്ത ഒരാളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ സ്ട്രൈക്ക് എ കോർഡ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യം എടുക്കുക, എനിക്ക് എന്നെ അറിയാം എന്ന് തോന്നുന്ന എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത്, എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പോലും ഞാൻ എടുക്കില്ല. എന്നെ അറിയാം എന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ റിലാക്സ്ഡ് ആവുക. അത് വളരെ ക്ലിയർ ആണ്. എന്നുവെച്ചാൽ എന്റെ ജസ്റ്റ് ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ
അങ്ങനെ പാറിപ്പറന്ന് നടക്കില്ല. Okay. പക്ഷെ എന്നെ അറിയാം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഓഫ് ഫ്രണ്ട്സ് ഇല്ലേ, അതെ. ഇപ്പൊ ഈ പറയുന്ന പേളി, ദിവ്യ പിള്ളൈ, മിയ എന്നൊക്കെ പറഞ്ഞ അവർ, അഞ്ജു കുര്യൻ, അവരുടെ അടുത്തൊക്കെ ഞാൻ വേറെ സെൽഫാണ്. Okay, next. വേർ ഈസ് GP's ഹാപ്പിനെസ്? എവിടെയാണ് ചേട്ടാ? In whatever GP does. ഓ, That is what my happiness is like. ഞാൻ എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ സ്പേസിങ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള എൻ്റെ ഇൻവോൾവ്മെന്റ് ആണ് എൻ്റെ ഹാപ്പിനെസ്. ഇപ്പൊ എൻ്റെ ഹാപ്പിനെസ് കെന്ന ഷോ ആണ്. സോ ദാറ്റ്സ് ഹൗ ഡിഫൈൻ മൈ സെൽഫ്. ഇപ്പൊ ഇതാണ് എൻ്റെ ഹാപ്പിനെസ്. അങ്ങനെ എനിക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ. ഇപ്പൊ ചേട്ടൻ ലോങ് 37 ഇയേഴ്സില് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു എലമെന്റ് ഓഫ് ഇത് ശരിക്കും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇത് ഐ ഡോണ്ട് നോ, ഞാൻ കെന്നയ്ക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം പറയാം. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇൻവോൾവ്മെന്റിലെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ 100% ഞാൻ ഇവിടെയാണ്. അപ്പൊ കെന്ന ഷോ എന്ന് പറയുമ്പോൾ കെന്നയുടെ മുഖത്ത് ഒരു റെസ്പോൺസ് വരണമായിരുന്നു, പക്ഷെ കെന്നയുടെ ചെവിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിത് പറഞ്ഞപ്പോ. മനസ്സിലായോ? ഇത് എന്റെ ഇന്റലിജൻസ് കൂടിയാണ്. ഇതിപ്പോ എങ്ങനെയാ ജിപി ചേട്ടൻ മനസ്സിലാക്കിയെന്ന് കെന്ന ആലോചിക്കും. ഇത് പറഞ്ഞപ്പോ കെന്നയുടെ മുഖത്തൊരു തെളിച്ചം വന്നു. ഇതാണ് ഒരു അവതാരകനായിട്ടുള്ള ജിപിയുടെ ഹാപ്പിനെസ്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അറ്റൻറ്റീവ് ആണ് ഞാൻ ഇവിടെ ഷോയില്. എന്ന് വെച്ചാൽ കെന്ന ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കറിയാം എന്റെ ഓഡിയൻസിൽ നിന്ന് ഒരു റെസ്പോൺസ് വരുന്നു. അത് വരുന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ കെന്നയ്ക്ക് എന്തോ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ട് പുറത്തുനിന്ന്. ആ ക്വസ്റ്റ്യൻ ആണ് അടുത്ത് കെന്ന എന്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ഈ ദിസ് ലോങ് 37 ഇയേഴ്സ് ചോദിച്ചോളൂ. ഇനി ഞാനൊന്ന് ചോദിക്കണ്ടല്ലോ. എടാ, സ്റ്റേറ്റ് അവാർഡ് അവതരണത്തിൽ കിട്ടാതെ എളുപ്പമുള്ള കാര്യമല്ല. ഞാനൊരു ദിവസം ഇങ്ങനെ കേട്ടു പകച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. അല്ല, ദിസ് ഇസ് എ ടിപ്പ് ഫോർ യു ആസ് എ ആങ്കർ. മനസ്സിലായില്ലേ? ഇതൊരു ഇത് this is my happiness. ഇത് സ്കോർ ചെയ്തു. This is GP's happiness. അതാ ഞാൻ നിങ്ങളെ ടെക്നിക്കാലിറ്റി ഞാൻ ബ്രേക്ക് ചെയ്യണോന്ന് വരെ ഞാൻ ഇപ്പൊ ചിന്തിച്ചു. കാരണം നിങ്ങളുടെ ചെവിയിൽ ഒരു ഇന്നിയർ ഇരിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർക്ക് അറിയില്ല. പക്ഷെ ദിസ് ഇസ് എ കണ്ടന്റ് ഫോർ യു. ഇത് കെന്ന ഷോയുടെ ഒരു കണ്ടന്റ് ആണ്. വേറെ ഒരാൾ ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം പറയില്ല. കാരണം ഞാൻ അത്ര അറ്റൻറ്റീവ് ആണ്. ഞാൻ ഇത്രയും സംസാരിക്കുമെങ്കിലും എന്റെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് ഞാൻ എസ്പെഷ്യലി ഒരു ഷോ ആവുമ്പോൾ ഇത് എന്റെ ഏരിയ ആണ്. അപ്പൊ ചോദിച്ചോളൂ, ലോങ് 37 ഇയേഴ്സ് അല്ല, ചോദിച്ചോളൂ. അത് നിങ്ങൾക്ക് അവിടുന്ന് ഷോന്റെ ഒരു ഇൻസ്ട്രക്ഷൻ വന്നല്ലേ, ഞാൻ പറയാം. ലോങ് 37 ഇയേഴ്സില് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഏതാണ്? ഇതാ ഇത് ദിസ് മൊമെന്റ്. എടോ, ഇതിലും നല്ലൊരു മൊമെന്റ് ഏതാണ്? ഒരു അവതാരകന് ഇതിലും നല്ലൊരു മൊമെന്റ് ഏതാണ് ഹാപ്പി ആവാനുള്ളത്? പിന്നെ വേറെ കാരണം അല്ല, അതാണ് കാരണം ദിസ് ഇസ് മൈ ജോബ് ആൻഡ് ഐ ആം ഗുഡ് അറ്റ് ഇറ്റ്. യെസ്. നെക്സ്റ്റ്. വിച്ച് ഈസ് GP's ടോപ്പ് ഗോസിപ്പ്? ഏറ്റവും ടോപ്പ് ആയിട്ട് ഞാൻ പക്ഷേ ഇല്ലേ, ഇന്ന് പണ്ടത്തെ ഒരു ഇന്റർവ്യൂല് ജസ്റ്റ് കേട്ടോണ്ടിരുന്നപ്പോഴത്തേനും കമന്റ്സും ജസ്റ്റ് ഞാൻ സ്ക്രോൾ ചെയ്തതാ. അപ്പൊ അതിലൊരു എന്തോ ഒരാള്, വ്യക്തിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, നല്ല ഡീറ്റെയിൽ ആയിട്ട് GP ചേട്ടന്റെ പേളി ചേച്ചിയുടെ ഒക്കെ അറിയുന്ന രീതിയിൽ പേളിയും GPയും ഇഷ്ടത്തിലായിരുന്നു. പിന്നെ അവരെന്തോ പിണങ്ങി. പിന്നെ അതുകൊണ്ടാണ് അവര് കെട്ടാത്തത്. അത് ഞാൻ ഇനി അങ്ങനെ അപ്പൊ ഞാൻ വെച്ചത് ഈ പേളിയും GP ചേട്ടനായിട്ട് ഞാൻ അങ്ങനെ ഗോസിപ്പുകൾ ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ ആ കമന്റിൽ എന്തോ ഗോസിപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് മേജർ ആയിട്ടുള്ള ഇതിൽ ഏതാ മീൻ ദിവ്യപിള്ള, ഇതിൽ ഏതാണോ ടോപ്പ് ഗോസിപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എനിക്കത് മിയ ചേച്ചി ആയിട്ടായിരിക്കും. പക്ഷെ എന്താ അറിയോ, ദിവ്യപിള്ളയുടെ ഗോസിപ്പിന്റെ സമയത്ത് സോഷ്യൽ മീഡിയ സ്ട്രോങ് ആയിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടു. അതിനാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. നിങ്ങൾ ആ കണ്ടത് കല്യാണമല്ല, മീഡിയ എന്ന കാര്യത്തിൽ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തു വന്നിട്ടില്ല. അപ്പൊ എനിക്ക് ടോപ്പ് ഗോസിപ്പിൽ ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കണം. പക്ഷെ മീയുടെ എന്താ വെച്ചാൽ കുറച്ച് കാലമായിട്ട് നിന്നുകൊണ്ട് മീയുടെ കല്യാണം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും അവരവരുടെ കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ നിൽക്കുമ്പോഴാണ് ഓ ഇത് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഗോൾസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതാണ് പ്രശ്നം. ഹൗ മച്ച് ഇസ് GP's നെറ്റ് വർത്ത്? നമ്മളുടെ സമ്പാദ്യം പൊതുവെ പറയാൻ പാടില്ല എന്നാണ് പറയുക. ഈ നെറ്റ് വർത്ത് എന്ന് ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ടും ലിക്വിഡ് ക്യാഷും അസറ്റ്സും എല്ലാം കൂടി ഇതിനെയാണല്ലോ നമ്മളെ നെറ്റ് വർത്ത്. എക്സാക്ട് ഫിഗർ ഞാൻ എന്തായാലും പറയില്ല. ഒരു 9 ഡിജിറ്റ്സ് ഉള്ള സംഖ്യയാണ്
9 ഡിജിറ്റ് ഇനി അത് പോയി കൂട്ടി നോക്ക് എത്രയാണ് 9 ഡിജിറ്റ് ഉള്ള സംഖ്യ എന്നുള്ളത്, ഇൻക്ലൂഡിങ് പ്രോപ്പർട്ടീസ് ആൻഡ് എല്ലാം കൂടി കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ടൊരു 9 ഡിജിറ്റിലുള്ള സംഖ്യ ആയിരിക്കും. സംഖ്യ. ഓക്കെ, പക്ഷെ എമൗണ്ട് ഞാൻ റിവീൽ ചെയ്യില്ല. അത് പറ. പിന്നെ കൃത്യമായിട്ട് ഇൻകം ടാക്സ് കളയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഓഡിറ്റിങ്ങും ഇൻകം ടാക്സും GST ഒക്കെ ചെയ്യുന്നുണ്ട്, ധൈര്യമായിട്ട് പറയാം. പക്ഷെ എങ്കിലും നമ്മളിങ്ങനെ പൊതുവേ നമ്മൾ പറയുമല്ലോ, നമ്മൾ എക്സാക്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ അത് റിവീൽ ചെയ്തതാണ്, ജനറലി റിവീൽ ചെയ്യാറില്ല. വാട്ട് ഈസ് GP's ബാഡ് ഹാബിറ്റ്? ബാഡ് ഹാബിറ്റ് എന്താണ് ബാഡ് ഹാബിറ്റ്? എൻ്റെ ബാഡ് ഹാബിറ്റ് ഗോപി ചേച്ചി പറഞ്ഞേക്കണേ. അയ്യോ, ഗോപി ചേച്ചി പറഞ്ഞ ബാഡ് ഹാബിറ്റ് ഒന്നും അത് ഭയങ്കര ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ പല സ്ഥലത്തും ഇത് പറഞ്ഞു. അതെന്റെ ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റാതെ കിടക്കയിൽ കിടക്കുക, പിന്നെ അവിടെ ഇവിടെയും വെച്ച ബാഗ് എടുത്ത് കട്ടിൽ വെക്കുക. മറ്റേ ഉണ്ടോ ചേച്ചിക്ക്? OCD ഇല്ല, പക്ഷെ ഒരു OCDയുടെ അത്രയും ലെവലില്ല. ബട്ട് ഷീ ഈസ് വെരി, അവളുടെ ഒരു ഹാബിറ്റ് സ്പേസിൽ അവള് ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അവള് ചെരുപ്പൊക്കെ ഇട്ടിട്ടേ വീട്ടിൽ നടക്കുള്ളൂ. എനിക്ക് അങ്ങനത്തെ ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊന്നും ആയിരുന്നില്ല. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് അതേപോലെ വീട്ടിലേക്ക് കയറി വരും. അപ്പൊ അതൊക്കെയായിരുന്നു അവൾ കാണുന്ന ബാഡ് ഹാബിറ്റ്സ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ സ്വഭാവത്തിലേ പുറത്തൊക്കെ പോയി വന്നിട്ട് ഞാൻ നേരെ കിടക്കെ കിടന്നിട്ട് മൊബൈൽ നോക്കും. അത് അവൾക്ക് അത് പെൺകുട്ടികളുടെ സ്പേസ് ആണ്. ഞാൻ ഇതുവരെ ഇത്രയും പെൺകുട്ടികളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ഈ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ എനിക്ക് പുതിയ അനുഭവം. ഞാൻ ആദ്യത്തെ ഇതൊക്കെയായിരുന്നു എനിക്ക് പുതിയ അനുഭവങ്ങൾ. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു ഈ എക്സ്പോഷർ കിട്ടുന്നില്ലല്ലോ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും. ബാഗ് ഇത് എവിടെയൊക്കെ വെച്ച ബാഗാ? ഞാൻ വെച്ചാൽ എവിടെയൊക്കെ വെച്ച ബാഗാ? ഇതാണോ കിടക്കയിൽ വെച്ച? ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനത്തെ കുറെ അതൊക്കെ ഇപ്പൊ ബാഡ് ഹാബിറ്റ്സ് ആയിട്ട്. അല്ല, ഇതൊക്കെ അവള് പറയുന്ന ബാഡ് ഹാബിറ്റ്സ്. പിന്നെ ഒരുപാട് മധുരം കഴിക്കും. ലൈക്ക് ഐ എം നോട്ട് വെരി, അത് പിന്നെ ഭയങ്കരമായിട്ട് ഫ്രൈസ് കഴിക്കും. പലരും ചോദിക്കും എങ്ങനെയാ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ചെയ്തിട്ട്. അപ്പൊ അതൊക്കെയാണ് അവൾ പറഞ്ഞിട്ടുള്ള ബാഡ് ഹാബിറ്റ്സ്. എനിക്കിതൊന്നും ബാഡ് ഹാബിറ്റ്സ് എനിക്ക് ബാഡ് ഹാബിറ്റ്സ് ഉള്ളതായിട്ട് തോന്നുന്നില്ലാത്തോണ്ട്. ഫ്രണ്ട്സ് പറയാറുണ്ട് നീ ഭയങ്കര വെറുപ്പിക്കലാണ്, നിന്റെ ഭയങ്കര ബാഡ് ഹാബിറ്റ് എന്ന് പറയാറുണ്ട്. നീയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇന്റർവ്യൂലൊക്കെ? അതെല്ലാ ഫ്രണ്ട്സും പറയാറുണ്ട്. നെല്ലിക്ക എന്ന് പറയും. കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ച് തുപ്പാനും. നിന്നെ ഫ്രണ്ട് ആക്കി കഴിഞ്ഞാൽ ദേഷ്യവും വരും, എന്നാ ഇവനായിട്ട് പരിപാടി നിർത്തി പോവാനും തോന്നില്ല. അപ്പൊ അത് ആയിരിക്കാം. വാട്ട് ഈസ് GP's വീക്ക്നെസ്? ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഓഫ് ലൈറ്റ് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്, ഞാൻ എല്ലാവരെയും വല്ലാതെ വിശ്വസിക്കും. അത് എസ്പെഷ്യലി വർക്ക് ഫ്രണ്ടിൽ, കരിയർ സ്പേസിൽ ഞാൻ ഒരുപാട് ആളുകളെ അന്ധമായി വിശ്വസിക്കും. പലരും നോ പറയുമ്പോൾ പോലും എനിക്ക് പണികൾ കിട്ടാറുണ്ട്, എങ്കിലും ഞാൻ അവരെ വിശ്വസിക്കും, എൻ്റെ കൂടെ നിന്നവരെ. പക്ഷെ ഇപ്പം അടുത്താണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഒരു വീക്ക്നെസ് ആയി മാറി തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലും മറ്റു സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. ന്യൂ ടാലൻസ്. ഇപ്പൊ ഈ പടത്തിൽ പോലും, മനോരാജ്യത്തിൽ പോലും നിഖിൽ സാനാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. അവന്റെ ഫസ്റ്റ് പാട്ടാണ്. പട്ടാമ്പിക്കാരനാണ് അവൻ. ഞാനാണ് ആ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. രഞ്ജിതയാണ് അത് എഴുതിയിരിക്കുന്നത്. ഞാൻ അവനെ കൊണ്ടുവന്ന് ഇപ്പൊ കോളേജുകളൊക്കെ എന്റെ കൂടെ നടത്തുകയാണ്. അപ്പൊ ദാറ്റ് ഈസ് ദേർ. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ഇപ്പൊ എന്റെ ഈ ഒരു പുതിയ ഷോയിലേക്കും ചേട്ടൻ വന്നു. കാരണം ചാനൽ വിളിക്കുമ്പോ ചേട്ടൻ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അടുത്ത് അപ്പു പറഞ്ഞു എന്നാ ഷോ, പുതിയ ഷോ ആണ് ചേട്ടാ, അതൊന്ന് പ്രൊമോട്ട് ചെയ്യണം, അതൊന്ന് ഇതാക്കണം. ലൈക്ക് ഐ സെഡ് ഞാൻ വരാം, ഫൈൻ. മറ്റേതെന്തോ നമ്മളെ ഗ്ലോറിഫൈ ചെയ്യുന്ന കുറെ സാധനങ്ങൾ അപ്പു പറഞ്ഞിരുന്നു. GP ഫാൻസിനെ വിളിച്ചുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞു. ലൈക്ക് നമുക്ക് മറ്റേ GP ഫാൻസ് മീറ്റപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പരിപാടി പറഞ്ഞിരുന്നു. പക്ഷെ എന്നാ ഷോ ഇത് തന്നെ ഒരു പുതിയ ഷോ ആണ് ചേട്ടാ, ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ട്, അതൊന്ന് പൊക്കിയെടുത്തോണ്ടിരണം. ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ സെന്റൻസ് ഞാൻ ജെന്യൂൻ ആയിട്ട് പറയാം, ഞാൻ പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട്. പുതിയ ആൾക്കാർക്ക് നല്ലോണം കാരണം ഞാനൊരു പുതിയ ആളാണ്. എന്നെ എന്റെ അച്ഛനും അമ്മയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കയറി വന്നത്. അല്ലെങ്കിൽ എന്നെ കുറെ പേര് ലൈഫിൽ അറിയാതെ എന്റെ ഗുരുക്കന്മാരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. സോ സപ്പോർട്ട് ഇസ് വെരി മച്ച് നീഡ്. ഒരാൾ ഒറ്റയ്ക്ക് ഒന്നും ഇവിടെ നേടാൻ പറ്റില്ല. ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ നേടാൻ പറ്റുള്ളൂ. അത് ഒരു മോശം കാര്യമല്ല. നമ്മളൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുകയോ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുകയൊന്നും വേണ്ട. കാരണം എല്ലാവരും ഡിപ്പെൻഡന്റാ. നമ്മൾ എടുക്കുന്ന ശ്വാസം പോലും നമ്മൾ ഡിപ്പെൻഡന്റാ തൊട്ടപ്പുറത്തുള്ള മരങ്ങളിൽ. അങ്ങനത്തെ ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ദർ ഇസ് നോ വൺ മാൻ ഷോ ഹിയർ. അതൊരിക്കലും വിചാരിക്കണ്ട. അപ്പൊ ഞാൻ ഇവിടെ അവതാരകൻ എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റിയത് ആ D4 ഡാൻസിലുള്ള ഫുൾ ടീമും എന്നെ അങ്ങനെ എക്വിപ്പ് ആക്കിയതുകൊണ്ടാണ്.
യമുന പോലെയുള്ള ആൾക്കാരൊക്കെ എന്നെ ട്രെയിൻ ചെയ്തോണ്ട് ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. അതെ അതെ. പക്ഷെ വീക്ക്നെസ് അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ പണികൾ കിട്ടിയിട്ടും ഞാൻ ഇപ്പോഴും ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് കാശുകൾ ഞാൻ പല പരിപാടികൾ കൊണ്ടുപോയിട്ട് ഇടുന്നു. അതൊരു അല്ല ഇപ്പം ഗോപിക ചേച്ചി ഉണ്ടല്ലോ, ഗോപിക ചേച്ചിയുള്ള വലിയ ആശ്വാസം. വലിയ അവള് കുറച്ചുകൂടെ സെൻസിബിൾ ആണ്. അതെ അതെ, എനിക്ക് തോന്നുന്നു അവൾക്ക് കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആണ്, ലൈക് ലോജിക്കലാ. അതെ അതെ, മീൻസ് എന്റെ ഭയങ്കര ഇൻറ്റ്യൂട്ടീവാ. ഞാൻ ഇങ്ങനെ ഒരു പോക്ക. എല്ലാവരും ഈ ലോകത്ത് നല്ല നല്ല മനുഷ്യരാണ്. എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ എന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാ. എല്ലാവരും നന്നാവണം, എല്ലാവരും ഇതാക്കണം, എല്ലാവരും. അയ്യോ എനിക്ക് ജീവിച്ചിട്ട് എനിക്ക് നല്ലോണം ആ ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ അത് ശ്രദ്ധിച്ചോളൂ. വരും സോഷ്യൽ മീഡിയയിലൂടെ മാത്രം വരുമാനം കണ്ടെത്തി ജീവിക്കാമെന്നൊരു അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. GP ശരിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഓപ്ഷൻ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ എന്ത് വരുമാനം നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. ഇപ്പൊ എനിക്കത് ഓപ്ഷൻ ഇല്ല. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു മാസം ഞാൻ തലകുത്തി മറിഞ്ഞാൽ കിട്ടുന്ന വരുമാനം എനിക്ക് ഒരു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കിട്ടും. അല്ലെങ്കിൽ തെലുങ്ക് പടത്തിൽ ഒരു ദിവസത്തെ പേയ്മെന്റ് എനിക്ക് ഒരു മാസം ഈ പറയുന്ന 2 മില്യണോ 3 മില്യണോ അടിച്ച് ട്രെൻഡിങ്ങിലൊക്കെ കയറിയാൽ കിട്ടുന്ന കാശ് ഒരു ദിവസം കൊണ്ട് ഒരു ആഡിന്നോ അല്ലെങ്കിൽ തെലുങ്ക് പടത്തിൽ ഒരു ദിവസത്തെ പേയ്മെന്റോ ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് ഫിനാൻഷ്യലി എനിക്കത് ഒട്ടും അട്രാക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയ ചെയ്യുന്ന ഫിനാൻഷ്യൽ അട്രാക്ഷൻ അല്ല. പ്രേക്ഷകരുടെ അത് പിന്നെ നമ്മൾ അതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റും ടൈമും ഉണ്ട് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് എമൗണ്ട് ഇസ് എ പലതുള്ളി പെരുവെള്ളമാണല്ലോ. അതെനിക്കൊരു സഹായമാണെന്നുള്ളതല്ലാതെ, പക്ഷേ ദാറ്റ് ഇസ് നോട്ട് മൈ മെയിൻ റവന്യൂ സോഴ്സ്. ഞാനത് ചെയ്യുന്നത് എന്റെ ഹോബിയാണ്. അപ്പോൾ കല്യാണവുമായി ബന്ധപ്പെട്ട എല്ലാ സാധനവും ഞാൻ മോണിറ്റേർഡ് ആണ്. ഈ തിരക്കിനിടയിൽ കല്യാണത്തിന്റെ താലികെട്ടിന്റെ വീഡിയോ രാവിലെ 6 മണിക്ക് താലി കെട്ടി 9 മണിക്ക് വീഡിയോ കേറുമ്പോ 8 മണിക്ക് ഞാൻ പോയി ക്രോസ് ചെക്ക് ചെയ്ത് കറക്ഷൻസ് വരുത്തിയിട്ട് ആ വീഡിയോ ഒപ്പം വന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അതിലൊരു എക്സൈറ്റ്മെന്റും ഇല്ല. ഞാൻ അവിടെ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞങ്ങളുടെ ഷോപ്പിംഗ് സംഭവങ്ങൾ, ഞാൻ കല്യാണത്തിന്റെ വീഡിയോ ചെയ്യാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇത് എന്നും അവിടെ കിടക്കും, ഇതൊരു മെമ്മറിയാണ്. അല്ലെങ്കിൽ ഈ കല്യാണ ആൽബം പോലും ഇപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഒരാളും തിരിച്ചു പോകില്ലേ. പക്ഷെ ഇപ്പൊ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കിയാൽ അവർ മാരേജ് ദോസ് മെമ്മറീസ് ആർ ഓൾവേസ് ദേർ. 2, ഐ ഹാവ് ടേക്കൺ ദാറ്റ് എഫേർട്ട് ഓഫ് കമ്പോസിംഗ് മ്യൂസിക്. നിഖിലാണ് ആ സാധനം ഉണ്ടല്ലോ, താരരേ താരരേ താരരേ, അത് ഞങ്ങൾ കമ്പോസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വേണം. അത് ഈ മ്യൂസിക്കിന് ഇതിന് ചേരും. കുറെ ആൾക്കാർ എന്റെ അടിയിൽ ചോദിച്ചിട്ടുണ്ട് താര മ്യൂസിക് എന്താണെന്ന്. നിഖിൽ തന്നെയാണ് ഇപ്പൊ മനോരാജ്യത്തിലെ പാട്ട് ചെയ്തത്. അല്ലല്ല, ആ നിഖിലേട്ടനല്ല. നിഖിൽ എന്ന് പറഞ്ഞ നിഖിൽ സാൻ, ഈ മനോരാജ്യത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. അത് ഞാൻ പറഞ്ഞു, പട്ടാമ്പിക്കാരനായിട്ട് ഞാൻ കൊണ്ടുവന്നു. എന്റെ വ്ളോഗുകൾ മൊത്തമാണ് ചെയ്യുന്നത്. അത് നിഖിൽ ഏട്ടനാണ്, ഈസ് മൈ കസിൻ. എന്റെ കസിൻസ് ആണ്. അതെന്റെ ഒരിക്കലും നിഖിൽ എന്ന് വിളിക്കില്ല, എന്റെ ബ്രദറാണ്, എന്റെ ഏട്ടനാണ്. ഇത് നിഖിൽ സാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ ദിസ് ഇസ് മൈ എക്സൈറ്റ്മെന്റ്. അത് ഞാൻ ചെയ്യുമ്പോ അതാണ് അതിന്റെ ഒരു യൂട്യൂബും ആണെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നതെന്ന് പരസ്യം, ഞാൻ എന്ത് ചെയ്യുന്നതിലും 100% വരുമാനം വേണം. അപ്പൊ എനിക്ക് ഇത്രയും വലിയൊരു സംഭവം വന്നത്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർത്ത് വന്നത്, കുറെയൊക്കെ സ്വാഭാവികമായിട്ടും ഐ എം ബ്ലെസ്ഡ് ആൻഡ് ബോൺ ദാറ്റ് കൈൻഡ് ഓഫ് എ ഫാമിലി. 2, ഞാൻ ഈ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പല മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് തെലുങ്കും പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കായിട്ട് തന്നെ കുറെ ഈശ്വരാനുഗ്രഹം ഉണ്ടായി. എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. 4-5 തെലുങ്ക് പടങ്ങളും ഒരു 10-20 പരസ്യങ്ങളും ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സും ബ്രാൻഡ് അംബാസിഡർഷിപ്പും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യലി. പക്ഷെ ദാറ്റ് ഇസ് വൺ തിങ്. അതാ മാത്രമല്ല എന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. അത് മാത്രമാണ് എന്റെ ഡ്രൈവിംഗ് ഫോഴ്സെങ്കിൽ ഞാൻ വേറെ വല്ല പണി നോക്കിയിട്ട്, കാശ് കിട്ടുന്ന പണി മാത്രം നോക്കിയിട്ട്. അപ്പൊ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. അല്ല, പക്ഷെ ചേട്ടന്റെ ഒരു വീഡിയോസിലൊക്കെ കാണാറുണ്ട്, ഒരു ആർട്ട് ഷൂട്ടിന്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്താന്ന് തോന്നുന്നു. അതിൽ തന്നെ അറിയാൻ ചേട്ടൻ കാറിലിരുന്ന് ഉറങ്ങുന്നു, ഓവർനൈറ്റ് ഉറങ്ങുന്നു. കാരണം സിനിമയിൽ കാണാത്തോണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് പലർക്കും അറിയില്ല എന്ന് പറയുന്ന പോലെ ഐ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ പലപ്പോഴും നല്ല തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ ഒരു ദിവസം അത് വെളുപ്പിനായിട്ട് ഷൂട്ട് തീർന്നിട്ടില്ല, ചേട്ടൻ കാറിൽ കിടന്നു. ഗോപിക അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു എന്റെ ഈ ഒരു, കാരണം ഈ തിരക്കിന്റെ ഇടയിലും ഐ വിൽ ഫൈൻഡ് ടൈം. ഞങ്ങൾ കഴിഞ്ഞ 6 മാസത്തിൽ 6 രാജ്യം പോയി. 6 മാസത്തിൽ 6 രാജ്യം പോയി. നല്ല ടൈം കൊടുത്തു. 6 സംസ്ഥാനങ്ങളും പോയി. അത് ഫുൾ നമുക്ക് ഇൻസ്റ്റയിലെല്ലാം കാണാം, ഫാമിലി ആയിട്ടുള്ള. അതും അതിനകത്ത് നടക്കുന്നുണ്ട്. അതെല്ലാം ടൂർ മാത്രമല്ല, ചിലത് വർക്ക് റിലേറ്റഡ് യാത്രകളായിരുന്നു. അധികം ഇതിലൊരു 50% വർക്ക് റിലേറ്റഡ് യാത്രകളായിരുന്നു. അതും ഉണ്ടായിരുന്നു.
ഓക്കെ. അല്ല ഇപ്പൊ ഇങ്ങനെ ഒരു ആള് ഇപ്പൊ ഗോപിക ചേച്ചി ഇങ്ങനെ ആദ്യം കംഫോർട്ട് ചെയ്യാൻ ഭയങ്കര പാടുപെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കംഫോർട്ട് സോണിലേക്ക് എത്തിച്ചത് ചേട്ടനെ ഷീ എങ്ങനെയാണ്? ഫൗണ്ട് ഹാപ്പിനെസ് ഇൻ ദാറ്റ്. അവളുടെ ചോയ്സ് ആയിരുന്നു. ഞാൻ കൂടെ വരണം എന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല. ഓക്കെ. കൂടെ വരിക എന്നുള്ളത് അവളുടെ ചോയ്സ് ആയിരുന്നു. ഷീ സ്റ്റാർട്ടഡ്. അവൾക്ക് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമാണ്. അവൾക്ക് പെട്ടി പാക്ക് ചെയ്യൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അതും എന്റെ പെട്ടിയൊന്നും അവൾ പാക്ക് ചെയ്യണ്ട, അതൊക്കെ ഞാൻ പാക്ക് ചെയ്തോളും. അവളുടെ പെട്ടി പാക്ക് ചെയ്യലാണ് അവൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം അവൾക്ക് ഇത് അൺപാക്ക് ചെയ്ത് മതിയായി എന്നുള്ളതാണ് അവളുടെ ഏറ്റവും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കൊച്ചിയിൽ താവളം ഇല്ലാത്തതുകൊണ്ട് ഓരോ തവണയും ഞങ്ങളുടെ വീട്ടിലൊരു 6-7 സൂട്ട് കേസുകളാണ്. ഇത് കബേർഡിൽ എടുത്ത് വെക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഡ്രസ്സ് തരണമെങ്കിൽ ഇത് ഏത് പെട്ടിനകത്താന്ന് നോക്കണം. അതൊരു പിന്നെ അവളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അലക്കാൻ അവൾക്ക് സമയം കിട്ടുന്നില്ല. ഞാനാകുമ്പോൾ ഇത് അലക്കാറൊന്നുമില്ല, ഞാനത് നേരെ വീട്ടിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യും. അത് വേറെ കാര്യം. അങ്ങനെ അപ്പൊ പക്ഷെ അവൾ അങ്ങനെയല്ല. ഷീ ഈസ് വെരി ക്ലിയർ ദാറ്റ് അവൾ തന്നെ അലക്കണം. അങ്ങനെയൊക്കെ കുറെ വൃത്തിയായിട്ട് സ്വഭാവങ്ങളുണ്ട്. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ വീട്ടിലെത്തി 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പോരും. അല്ലെങ്കിൽ അത് അലക്കി കിട്ടണ ഞങ്ങൾ തിരിച്ചു പോരും അടുത്ത പെട്ടി എടുത്തിട്ട്. അതെ അതെ. അല്ല അതുമല്ലാതെ സീരിയലിൽ ഇങ്ങനെ ഒരുപാട് പാക്ക് ചെയ്ത് അതൊരു അങ്ങനെയല്ല. സീരിയലിൽ 21 ദിവസം ഒരു ദിവസാ ഒരു സ്ഥലത്താ. 1-ാം തീയതി പാക്ക് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 22-ാം തീയതി വരെ ആ ഫ്ലാറ്റിലാ. പിന്നെ ഒരു 8 ദിവസം വീട്ടിലാ. ഇതങ്ങനെയല്ല. ഇന്ന് കൊച്ചിയിലാണെങ്കിൽ നാളെ ഹൈദരാബാദാ, നാളെ ഹൈദരാബാദിലാണെങ്കിൽ മറ്റൊന്നും ദുബായിലാ. അങ്ങനത്തെ പാക്കിങ്ങോ? അതാ പറഞ്ഞത്. അതല്ലേ പറഞ്ഞത് 6 മാസത്തിൽ 6 രാജ്യം 6 സംസ്ഥാനം. എത്ര തവണ പെട്ടി പാക്ക് ചെയ്യേണ്ടി എവറി ഡേ. ഇപ്പൊ നാളെ പാക്ക് ചെയ്യണം, മറ്റന്നാൾ പാക്ക് ചെയ്യണം. ഇത് എപ്പോഴും എന്റെ വണ്ടിയിലൊക്കെ എപ്പോഴും ഫുൾ സൂട്ട് കേസാ. ഇത് അത് കണ്ടിട്ടുണ്ട്, വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അകത്ത് ഫുൾ സൂട്ട് കേസ്. അത് ആ ഒരു സാധനം അത്ര ഈസി അല്ല. ഞാൻ പിന്നെ അതായിട്ട് ഈസി ആയി പോകുന്നു. പക്ഷെ അവൾക്ക് യാത്രകൾ ഇഷ്ടാ. അവൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം. പ്രാന്തത്തി എന്നെ പോലെ തന്നെ ആ കാര്യത്തിൽ നല്ല പ്രാന്താ. അതുകൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ആരെങ്കിലും വരൂ. നല്ല ടോക്കറ്റീവാ. പക്ഷെ ഇതിലല്ല കേട്ടോ, ഈ സോഷ്യൽ ക്രൗഡിലല്ല. അല്ലെങ്കിൽ എന്നെ സംസാരിക്കാനൊന്നുമില്ല. ചേട്ടൻ മതി സംസാരിച്ച്. ഷീ ഈസ് വെരി ടോക്കറ്റീവ്. ഷീ ഈസ് വെരി വൈബ്രന്റ്. ഞാനൊരു ബർത്ത്ഡേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അവളുടെ. കണ്ടില്ലെങ്കിൽ പോയി കാണാൻ. ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അവൾ അങ്ങനെയാണ്? പിന്നെ എന്താ ഒരു ഫ്ലാറ്റില്, ദുബായിലത്തെ ഫ്ലാറ്റിൽ വെച്ച് ഇരിക്കുന്നതിന്റെ അതിന് എന്താ ഒരുപാട് മറ്റേ വേറെ വേറെ കട്ട് പീസുകളും കൊറേ വന്നിരുന്നു. അതൊക്കെ കറക്റ്റ്. അവള് മറ്റേ സാധനം വെച്ചിട്ട് മാസ്ക് ഇട്ടിട്ട് ഭയങ്കര കുരുത്തം കെട്ട സാധനം. ഭയങ്കര കുസൃതിയാ. എന്നെക്കാൾ ചിയർഫുൾ ഒക്കെയാണ് ഒരു സ്പേസിൽ. പക്ഷെ ഒരു സ്പേസിൽ ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റിയാ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് കംഫർട്ട് സ്പേസിലാണത്. ഇപ്പൊ കംഫർട്ട് സ്പേസ് കയറി കഴിഞ്ഞാൽ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ എന്നെക്കാൾ നല്ല ഫ്രണ്ട്സ്. അതല്ലേ ഞാൻ പറഞ്ഞു. ദിവ്യപിള്ള അവരൊക്കെ ഷീസ് ലൈക്ക് മോർ ഇൻ ടച്ച് വിത്ത്. അവളെല്ലാം പറയും ഭയങ്കര പാരയാടോ. ഇപ്പൊ സുമതി വളവ് വരുമ്പോ എല്ലാവർക്കും മെസ്സേജ് അയക്കും നാളെ എന്റെ പൂജയെന്നൊക്കെ. ഞാൻ ഈ സാധനം ഒന്നും ഇല്ല. എടാ അവളുടെ പ്രൊജക്ട്സ് പറയുന്നുണ്ടോ എനിക്ക് പറഞ്ഞു തന്നാ ഭയങ്കര പണിയാ അതൊക്കെ. കാരണം അനാവശ്യമുള്ള വൃത്തിയുടെ ആപിച്ചല്ലേ അതൊക്കെ. എന്റെ ഒന്നും ആവശ്യമില്ല. അല്ല നമുക്ക് പണിയാണ്. അവളുടെ ഫ്രണ്ട്സിനെ അറിയിച്ചിട്ട് എന്റെ ഫ്രണ്ട്സിനെ അറിയിച്ചിട്ട് എന്റെ കോളേജ് പഠിക്കുന്ന ഫ്രണ്ട്സിന് വരെ അറിയാം അവളുടെ ലോഞ്ച് ആയിരുന്നു എന്നുള്ള. സെലിബ്രിറ്റി ഫ്രണ്ട്സ് പോട്ടെ, എന്റെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട്സിന് വരെ അത്രയും കണക്റ്റഡ് ആണല്ലേ, എല്ലാരായിട്ടും നല്ല കണക്റ്റഡ് ആയി. സോ ലാസ്റ്റ് ഓർമ്മ കൂടി ഉണ്ട്. ഹൗ GP ഈസ് പോസിറ്റീവ് ഓൾവേസ്. അത് എന്റെ കഴിവല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്റെ അപ്ബ്രിങ്ങിങ് ആണ്. എന്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യമായിട്ടാണ്. കാരണം ഞാൻ കുട്ടിക്കാലം മുതൽ എങ്ങനെയായിരുന്നു. ഞാൻ എന്റെ കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു ഡിസിഷൻ അല്ല ബീയിങ് പോസിറ്റീവ് എന്നുള്ളത്. അതുകൊണ്ട് അത് ഞാൻ എടുക്കുന്നത് അത് ശരിയാവായ ഒരു രീതിയല്ല. അതൊരു സ്വാർത്ഥമായ ഒരു ഇതായി പോവും. കാരണം മേമയൊക്കെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ പറയുമ്പോൾ അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ കരയുമ്പോൾ എവിടെയും എന്നെ കാണില്ല, പക്ഷെ ചിരിക്കുമ്പോൾ എല്ലായിടത്തും ഉണ്ടോ. ആൾക്കാരെ ചിരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എനിക്ക് മറ്റേ ഇമോഷൻസ് ഇല്ല എന്നുള്ളതല്ല, അത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അത് കുട്ടിക്കാലം അത്രയും ചെറിയ കുട്ടിക്ക് അങ്ങനെ ആലോചിച്ചിട്ട് ജീവിതത്തിൽ പോസിറ്റീവ് ആവണമെന്നൊന്നും ചിന്തിക്കാനുള്ള ബോധമൊന്നുമില്ലല്ലോ. ഞാൻ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ അത്രയും ബ്ലെസ്ഡ് ആണ് ഞാൻ ഭയങ്കര ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ഉള്ള ഒരാളായിരിക്കാം. അതായിരിക്കാം അതിന്റെ ഒരു കാരണം. അല്ലാതെ എനിക്കൊരു റീസണും കാണുന്നില്ല. ലൈക്ക് എന്നെ അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ടുവന്ന് തന്നെയാണ് എന്റെ. അത് ഫുൾ ക്രെഡിറ്റ് അവർക്കുള്ളതാണ്. ഈ ചേട്ടനെ കണ്ടുപോ ഇപ്പൊ എനിക്ക് തന്നെ സംസാരിച്ചു എനിക്ക് ഒരുപാട് പോസിറ്റീവ് വൈബ്സ് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല. അപ്പൊ എന്റെ മനസ്സിലൊരു GP ചേട്ടനുണ്ടല്ലോ, നമ്മൾ കാണാതെ ഇരിക്കുന്ന ഒരു വ്യക്തിനെ കാണുന്നതിന് മുന്നേ ഒരു ഇതുണ്ടാവും. പക്ഷെ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് വേറെ ഒരു എന്തോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ ജെമിനായിക്ക് 2 ഫേസ് ഉണ്ടെന്ന്. നിങ്ങൾ കാണുന്ന ഡിഫോ ഡാൻസിൽ കുറെ കുട്ടിക്കളികൾ കളിച്ചു നടക്കുന്ന GPനെയാണ് കാണുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിലാണ് അതും എന്റെ ട്രൂ സെൽഫാണ്. പക്ഷെ ചില സമയത്ത് ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ ലൈഫിനെ ഇൻഡെപ്ത് ആയിട്ട് സീരിയസ് ആയിട്ട് നോക്കി കാണുന്ന GP ഉണ്ട്. ഇതെല്ലാം കൂടുമ്പോഴാണ് GP ആവുന്നത്. അപ്പൊ ഈ ഗോപിക ചേച്ചി ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ട് പോയിട്ട് അപ്പൊ GP ചേട്ടൻ ഇങ്ങനെ പറയുമ്പോഴത്തേന് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും ആളുകളെ
അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ അത് ഗോപിയുടെ കാര്യത്തിലും പല സമയങ്ങളിൽ ഓക്കെ. അവളെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ സാധിക്കാറുണ്ട്. ഒരുപാട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, ബട്ട് ദാറ്റ് ഹാസ് ഓൾസോ ഹാപ്പൻ. ലൈക്ക് എൻഗേജ്മെന്റിന്റെ ഒരാഴ്ച മുമ്പായിരുന്നു ആദിത്യൻ സാറിന്റെ മരണവും. ആ കുട്ടി ആകെ തകർന്ന്, ശരിക്കും ഗോപിക ആകെ വല്ലാണ്ടായി പോയ ഒരു സമയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അത് മാത്രമല്ല, ഈവൻ കല്യാണ സമയത്ത് പോലും ഭയങ്കര ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഈ പുതിയ ചാപ്റ്റർ വർക്ക് ആവുമോ, പുതിയൊരു വീട് കാരണം ഞങ്ങളൊരു ലവ് മാരേജ് ഒന്നും ആയിരുന്നില്ലല്ലോ. സോ അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്തായിരിക്കും അവസ്ഥ. ഒരു വാടക വീട്ടിൽ നിന്ന് മാറാൻ പോലും, അല്ലെങ്കിൽ സാന്ത്വനത്തിൽ നിന്നിരുന്ന അപ്പാർട്ട്മെന്റിൽ നിന്ന് മാറുമ്പോൾ ഹൃദയം തകരുന്ന ഒരാൾക്ക് ലൈഫിൽ പുതിയൊരാളുടെ വീട്ടിലേക്ക് പോയി അവയാളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ആങ്സൈറ്റി ലെവൽ വാസ് ഹ്യൂജ്. അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ അത് ഗോപികയാണ് പറയേണ്ടത്. പക്ഷെ ഐ ഫീൽ ദാറ്റ് എനിക്കത് കുറച്ചൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നു. ബട്ട് എവിടെയൊക്കെയോ എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും അത് പറയാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് രസകരമായി തോന്നിയൊരു കമന്റ് ദിവ്യ പിള്ള പറഞ്ഞതാ. ദിവ്യ പിള്ള ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, GP എന്തുകൊണ്ടറിയോ എല്ലാവരും നിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ ഇതാക്കുന്നത്? എല്ലാവർക്കും ഒരുപാട് ബാഗേജസ് ഉണ്ട്, നീ ഭയങ്കര എംറ്റിയാ. അപ്പൊ നിന്നിൽ വന്നിട്ട് നമുക്ക് ഇടാൻ പറ്റും, ഇടുമ്പോഴും നീ നിറയുന്നില്ല, അത് എവിടേക്കോ ഒഴുകി പോകുന്നു. ഭയങ്കര ഡെപ്ത് ഉള്ളൊരു ഫിലോസഫിയായി തോന്നിയത്. ലൈക്ക് ഞാൻ അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഭയങ്കര രസമായി ഒരാൾക്കത് പറയാൻ പറ്റുമ്പോഴേ അത് ഒരു ഭയങ്കര രസമുള്ള ചിന്താഗതിയാണെന്ന് തോന്നി. എന്ന് വെച്ചാൽ നിനക്ക് ബാഗേജസ് ഇല്ല, നീ ഭയങ്കര എംറ്റിയാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഹെവി ബാഗേജസ് ഉണ്ട്. അപ്പൊ ഇത് നിന്റെ കയ്യിൽ തരുമ്പോ ഞങ്ങൾ ഫ്രീ ആവുന്നു, നിനക്കും ഇത് ഹെവി ആവുന്നില്ല, കാരണം ഇത് ഒഴുകി പോകുന്നു. നീ അത് എവിടെ കൊണ്ട് കളയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അത് പക്ഷെ ആ ബാഗേജ് അതുകൊണ്ട് അത് ഭയങ്കര രസമാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും നിന്നോട് ഇത്രയും അറ്റാച്ച്ഡ് ആവുന്നു, എല്ലാം നിന്റെ അടുത്ത് തുറന്നു പറയുന്നത്. നിനക്ക് ബാഗേജസ് ഇല്ലാത്തതുകൊണ്ട് നീ ഞങ്ങൾക്ക് ബാഗേജസ് തരുന്നില്ല, അതുകൊണ്ടാണ് നീ ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയാത്തത്. കാരണം നിനക്കൊന്നും ഇല്ല, നീ അതിനെ ഒഴുക്കിക്കളയുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര രസമായി തോന്നി. സോ എപ്പോഴും ഞാൻ ഇമോഷണലി ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ, ഞാൻ അരവിന്ദേട്ടന്റെ കാര്യം പറഞ്ഞല്ലോ, ഒട്ടും അതിൽ ഇമോഷണൽ ആവാത്ത ഒരാളുടെ അടുത്ത് ഞാനത് ഷെയർ ചെയ്യുള്ളൂ. കാരണം അങ്ങനത്തെ ഒരാൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്തൊരു സാധനം ഷെയർ ചെയ്യുമ്പോൾ അത് എന്റെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പേളി തന്നെ ഒരു തവണ എന്നെ വിളിച്ചിട്ട്, എടാ ഈ പ്രശ്നം ശ്രീനിന്റെ അടുത്ത് പറഞ്ഞ അവന് സങ്കടം വരൂടാ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. എനിക്ക് ഭയങ്കര രസമുള്ള എൻ്റെ ഒരു അത് ഞാൻ എനിക്കൊരു പാഠമായിരുന്നു അത്. അത് ശരിയാണല്ലോ. കാരണം എനിക്ക് അവൾ എൻ്റെ ഒരു കുസൃതി സുഹൃത്താണ്. എനിക്ക് ഇമോഷൻസിന്റെ ആ ലെവൽ, ശ്രീനിക്കുള്ള ഇമോഷൻസ് അല്ലല്ലോ എനിക്ക്. അപ്പൊ എനിക്ക് അവളോട് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്, കാരണം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ശ്രീനി ചിലപ്പോൾ വിഷമിക്കും, അപ്പൊ ചിലപ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെന്നില്ല, പോസിബിലിറ്റിയാണ്. ബട്ട് എനിക്കതൊരു ഭയങ്കര രസമുള്ള അതൊരു പേളി എനിക്ക് തന്ന വലിയൊരു പാഠമായിരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് പോസിറ്റിവിറ്റി ഓൾവേസിന്റെ ഉത്തരം. അച്ഛനും അമ്മയും വളർന്നു വന്ന സാഹചര്യം, പിന്നെ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. ഞാൻ അതിനെ കളഞ്ഞില്ല. കുട്ടിക്കാലത്ത് കിട്ടിയ ഗിഫ്റ്റിനെ വേണമെങ്കിൽ എവിടെയെങ്കിലും നഷ്ടപ്പെടുത്തായിരുന്നു, ഞാൻ അതിനെ പരിപാലിച്ചു പോകുന്നു, ഇപ്പോഴും പരിപാലിച്ചു പോകുന്നു. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഗോപിക ചേച്ചി ഉണ്ട് എന്നൊരു ധൈര്യം ഇല്ലേ? ഉണ്ട്. ഗോപിക തരുന്ന ഇമോഷണൽ സപ്പോർട്ട് എനിക്ക് ഗംഭീരമാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ എഗെയിൻ സൊല്യൂഷൻ അത് വേറെ രീതിയിലാണ് എനിക്കൊരു സാന്ത്വനമാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ ആവണമെന്നില്ല, പക്ഷെ അവൾ ഭയങ്കര സംഭവമാണ്. ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഈ അവളുടെ ചില റെസ്പോൺസുകളെ ഭയങ്കര ഓൺ ദ ഫേസ് റെസ്പോൺസാ, പക്ഷെ അത് ഭയങ്കര പ്രാക്ടിക്കൽ റെസ്പോൺസാ, അത് വർക്കാവാറുണ്ട്. അതിങ്ങനെ ഹാൻഡിൽ ചെയ്താൽ മതി, ഇങ്ങനെ ഹാൻഡിൽ ചെയ്താൽ ശരിയാണല്ലോ, ഇങ്ങനെ ഞാൻ ചിന്തിക്കാത്ത. അതാ എന്താ വെച്ചാൽ അവൾക്ക് ആ കാര്യത്തിൽ എനിക്കുള്ള ഇമോഷൻ അവൾക്കില്ല. അപ്പൊ ഞാൻ ഇമോഷണൽ അല്ല എന്നുള്ളതല്ല, അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ അവളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ ചില സമയത്ത് ചോദിക്കാം, ഞാൻ രാത്രിയൊക്കെ വിളിച്ചിട്ട് ചില സമയത്ത് ഷൂട്ടിന്റെ ഇടയിൽ എനിക്ക് ഉണ്ടാവുന്ന ചില ഇമോഷണൽ ഇഷ്യൂസിലോ ഇങ്ങനെ ചെയ്തപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഹേർട്ടായി, ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണം, കൊള്ളാലോ, പുതിയ ഐഡിയ. അത് ഇതിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് നമ്മളെ സഹായിക്കാൻ സാധിക്കുക, അതെപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഗോപികയുടെ രീതി എങ്ങനെ വെച്ചാൽ എല്ലാം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം പറയാറുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഞാനൊരു സാധനം പറഞ്ഞ് വിഷമിച്ചിരിക്കാറില്ല, ഞാനതൊന്ന് ഡിസ്ട്രാക്ട് ആയി പോകാൻ നോക്കാറുണ്ട്. തിരിച്ചോ? ഇപ്പൊ ഗോപി ചേച്ചിക്ക് എല്ലാം പറയണം എന്ന് ആഗ്രഹിക്കുന്നത് GP ചേട്ടൻ എങ്ങനെയാണ്? ഗോപി ചേച്ചി എല്ലാം പറയണം എന്നുള്ള നിർബന്ധങ്ങൾ എനിക്കില്ല, പറയാൻ തോന്നുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ എല്ലാം പറയണം, ചിലപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടി കൂടും, എന്താ ഞാൻ എല്ലാം പറയണ്ടേ എന്ന് ചോദിക്കാം. അങ്ങനെയല്ല, ഗോപികയ്ക്ക് പറയണം എന്ന് ആഗ്രഹം ഉള്ള സാധനങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അല്ലാതെ എല്ലാം എന്നോട് പറയണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ രീതികൾ അങ്ങനെയാണ്, എനിക്ക് അങ്ങനത്തെ നിർബന്ധങ്ങൾ സംഭവങ്ങളൊന്നുമില്ല. ഗോപിക പറയുമ്പോൾ അതിനെങ്ങനെ
ഗോപിക പലതും എൻ്റെ അടുത്ത് പറയുന്നതുകൊണ്ടാണ് എനിക്ക് ഗോപികയെ മനസ്സിലാക്കാൻ സാധിച്ചതും. ഞാൻ ലൈഫിൽ കുറേ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പൊ അധികം ആയിട്ടില്ല, 6 മാസമായിട്ടുള്ളൂ, എങ്കിൽ പോലും ഇതില് ഞാൻ അൺലേൺ ചെയ്യുന്നത് അവൾ കുറെ കാര്യങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് അവളുടെ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം നമുക്ക് എല്ലാ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണല്ലോ, എല്ലാ വ്യക്തികളും ഡിഫറെന്റ് ആണ്. ഞാൻ കാണുന്ന ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണ്. എനിക്ക് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും പുതിയൊരു ഫ്രണ്ടിനെ അവർക്ക് വേറൊരു നേച്ചറാണ്. സോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കുക. ഇമോഷൻസ് ഹൈഡ് ചെയ്ത ഒരു വ്യക്തിയാണല്ലോ, ലൈക്ക് റൂട്ട് തിരിച്ചുവിടുക അങ്ങനെയൊക്കെയാണല്ലോ ചേട്ടൻ പറയുന്നത്. ഇമോഷൻസ് ഹൈഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഇമോഷൻസിനെ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലൈക്ക് ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഗോപി ചേച്ചി എങ്ങനെയെങ്കിലും ഫേസിൽ നിന്നൊക്കെ ഇങ്ങനെ റീഡ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്താ പറ്റിയേ ചോദിക്കാറുണ്ട്. എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ചോദിക്കാറുണ്ട്. കാരണം ഞാൻ സീരിയസ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ചേട്ടൻ ചിന്തിച്ചത്, എന്തിനെ കുറിച്ച് പറ, എന്റെ അടുത്ത് പറ. ഞാനതിനെ സട്ടിലാക്കി പറയും. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത ഡയമെൻഷൻസ്. എന്റെ ചിന്തയാണ് എന്റെ സ്ട്രെങ്ത്, എന്റെ ഇമാജിനേഷനാണ് എന്റെ സ്ട്രെങ്ത്. ഇതൊരു കത്തി പോലെയാ. ഞാനിത് ഫ്രൂട്ട്സ് മുറിക്കാനും ഉപയോഗിക്കാം, എന്നെ മുറിയിപ്പിക്കാനും ഉപയോഗിക്കാം. ഇത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. കത്തിക്കൊരു ഉപയോഗമുണ്ട്. അപ്പൊ അടിപൊളിയാ, ആഡിന്റെ കോണ്ടന്റ് കിട്ടും, യൂട്യൂബിന്റെ കണ്ടന്റ് കിട്ടും, എഡിറ്റിംഗ് കണ്ടന്റ് കിട്ടും, കെന്ന ഷോയിൽ ഇരുന്നിട്ട് കെന്നേനെ നമുക്ക് ഞെട്ടിക്കാം. ഇതൊക്കെ കത്തിയുടെ ഉപയോഗ. പക്ഷെ ഈ ഷാർപ്നെസ് എനിക്ക് മറ്റേ അറ്റത്തുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് എന്തായിരിക്കും എന്നുള്ളത്. കാരണം എനിക്ക് അറിയില്ല, ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് പോകും. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഞാൻ ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടില്ല. എനിക്ക് ആ പേടിയാ. കാരണം എന്റെ ഹാപ്പിനെസിന്റെ ഇന്റൻസിറ്റി എനിക്ക് അറിയാം. ഞാൻ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരാളാ. അപ്പൊ സങ്കടവും ദേഷ്യം വന്നാൽ ചിലപ്പോ എന്റെ ഭയങ്കര ഉള്ളിലേക്ക് ഞാൻ പോകും, എന്നെ വലിച്ചോണ്ട് പോകും. എനിക്ക് അതിൽ പേടിയായിരിക്കും, ചിലപ്പോൾ പേടിയായിരിക്കാം, അല്ലെങ്കിൽ എന്റെ ഷെല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇമാജിനേഷൻ ഞാൻ ഫ്യൂവൽ ചെയ്യില്ല അവിടെ. കാരണം നമ്മൾ പറയില്ലേ ഓവർ തിങ്കിങ്, അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഓവർ തിങ്കിങ് അല്ല എന്റെ ഓവർ തിങ്കിങ്. ഞാൻ ഇമാജിൻ ചെയ്ത് ഞാൻ എന്നെ ഇല്ലാണ്ടാക്കി കളയും. കാരണം മറ്റേ ഏരിയയിൽ ഞാൻ അത്രയും ഫീൽ ചെയ്യുന്നതാ. അപ്പൊ അത് തിരിച്ചു പഠിക്കൂലേ. ഇപ്പൊ ഒരാള് എന്നും പുഷപ്പ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്നും വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കൈയിന്റെ സ്ട്രെങ്ത് ഒരു അടപ്പ് തുറക്കാനും യൂസ് ചെയ്യാം, ഒരാൾ ഇടിക്കാനും യൂസ് ചെയ്യാം. ഇടിക്കുമ്പോൾ മാത്രം സ്ട്രെങ്ത് കുറവും അടപ്പ് തുറക്കുമ്പോ അങ്ങനെയല്ലല്ലോ. ഇറ്റ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു സാധനം പുഷ് ചെയ്യുമ്പോൾ മാത്രം വേണം, അങ്ങനെയല്ലോ. ഇത് തിരിച്ചു അടിക്കുമല്ലോ എനിക്ക്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട് അത് ഹാൻഡിൽ ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പേടിയാ എന്റെ ആ സ്പേസിനെ. അപ്പൊ ഞാനങ്ങോട്ട് ചിന്തിച്ചു പോവും, അല്ലെങ്കിൽ ഞാനങ്ങോട്ട് ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ ചെയ്യാ എനിക്ക് അറിയില്ല. സോ ഐ ഡോണ്ട് ഗോ ഇൻ ടു ദാറ്റ് സ്പേസ്. അതുകൊണ്ട് ഞാൻ അതിനെ സെറ്റിലാക്കി പറഞ്ഞിട്ട് അങ്ങോട്ട് വിടും. അല്ലെങ്കിൽ പിന്നെ ഞാൻ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഞാൻ ഇരുന്ന് ചിന്തിക്കും, ദൈവമേ ഇത് എങ്ങനെയാണെങ്കിലും പോവാന് ആ ഭാഗത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും ബിസി ആയിട്ട് എന്നെ തന്നെ, ഞാൻ ഉണ്ടാക്കുന്ന വർക്കുകളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന കുറേയൊക്കെ എന്നെ തേടി വർക്ക് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും എന്നെ തേടി വർക്ക് വരുന്നുണ്ട്. പക്ഷെ കുറേ സാധനങ്ങളുണ്ടല്ലോ, സിനിമ എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വർക്കുകളൊക്കെ എന്നെ തേടി വന്ന വൈകുണ്ഠപുരമുലു, ഡി4 ഡാൻസ്, അടയാളങ്ങൾ, കല്യാണം എല്ലാം എന്നെ തേടി വന്ന മീൻസ് അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ ഞാൻ ഹാപ്പി ആയിരിക്കുന്നത് ഞാൻ വെറുതെ ഇരിക്കൂല. ഇപ്പൊ മനോരാജ്യം കഴിഞ്ഞ് എന്നാണ് അടുത്ത മലയാള സിനിമ ഞാൻ ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. നിങ്ങൾ എന്റെ പരസ്യത്തിൽ കാണും, ചിലപ്പോൾ യൂട്യൂബിൽ കാണും, ചിലപ്പോൾ ഏതെങ്കിലും ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്ന കാണും, അല്ലെങ്കിൽ തെലുങ്ക് പടത്തിൽ കാണും. ഞാൻ എവിടെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നിന്നുപോയാൽ എനിക്ക് ഭയങ്കര പ്രശ്നം. അത് നിന്നുപോയാൽ വേറെ ചിന്തകളൊക്കെ വരാൻ തുടങ്ങും. ഐഡൽ മൈൻഡിലേക്ക് പോവില്ല. ഞാൻ എപ്പോഴും ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇതെങ്ങനെ അങ്ങനെ ഐ കീപ് ട്രൈങ് ദാറ്റ്. അങ്ങനെ ഇരിക്കാൻ സാധിക്കട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കാരണം ഇതൊരു ബ്ലെസ്സിംഗ് ആണ്, ഇത് എന്റെ കഴിവല്ല, ഇതൊരു ഈശ്വരാനുഗ്രഹമാണ്. അതൊരു ഈശ്വരാനുഗ്രഹമാണ്. അറിഞ്ഞ് അവിടുന്ന് ബ്ലെസ് ചെയ്ത് തന്നിട്ടുള്ള മാത്രം കിട്ടുന്ന. കാരണം ഇത് നമുക്ക് പിന്നെ കിട്ടിയ സാധനത്തിനെ ഞാൻ ഫ്യൂൽ ചെയ്ത് ഇവിടെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന. അത് എന്നും അങ്ങനെ ഉണ്ടാവട്ടെ കൂടെ. ഇപ്പൊ നമ്മള് W വിത്ത് GP ചേട്ടൻ ഈ ഒരു സെഗ്മെന്റ് നടത്തിയല്ലോ, ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇറിറ്റേറ്റഡ് ആയി തോന്നിയോ? ഇല്ല. ഇതിൽ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചോദ്യം എന്താ ഉള്ളതിന്? എനിക്കിതൊന്നും അധികം ചിന്തിക്കേണ്ടി പോലും വരാതെ ആണല്ലോ ഞാൻ ഉത്തരം കൃത്യമായിട്ട് പറയാത്ത GP's നെറ്റ്വർത്ത് ആണ്. അതും ഞാനൊരു 9 അക്ക സംഖ്യ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒന്നും സ്കിപ്പല്ല. നിങ്ങൾ അതെനിക്ക് പറയുന്നോണ്ട് ഇതൊന്നുമില്ല. പക്ഷെ ജനറലി ഐ പ്രിഫർ നോട്ട് ടു ഷെയർ ഇറ്റ്. നമ്മളിപ്പോ അത് പൂർണ്ണമായിട്ട് അതൊരു ഈശ്വരാനുഗ്രഹമാണ്. അത് നമ്മളിപ്പോ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ആ ചോദ്യം ചോദിച്ചോണ്ട്, അത് സത്യം പറഞ്ഞാൽ ഇതിന്റെ കണ്ടന്റ് അങ്ങനെ ഒരു കണ്ടന്റ് ആവശ്യം എന്താണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അഞ്ജുവിന്റെ ഭർത്താവ് GP ആണ്, അല്ല ഗോപികയുടെ ഭർത്താവ് GP ആണ്.
അഞ്ജുന്റെ ഭർത്താവ് ശിവനാണ്. അല്ല, ഞാനല്ല ഗോപികനെ സാന്ത്വനത്തിൽ അഭിനയിപ്പിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ.